കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ വിശകലനം ചെയ്യുന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ്. ആരൊക്കെയാണ് മത്സരാർത്ഥികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ സേവനങ്ങളാണ്, എന്തൊക്കെയാണ് ഓരോരുത്തരും ജയിച്ചു വന്നാൽ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. എന്നാൽ ഏറ്റവും അധികം ചർച്ച നടന്നത് കേരളത്തിൽ എവിടെയാണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. കാരണം തൃശ്ശൂരിൽ നമ്മുടെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത്. ഇത്തവണ തൃശ്ശൂരിൽ താമര വിരിയിക്കുമോ എന്ന ചോദ്യം തന്നെയാണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ചൂടും പോരും ഒക്കെ ഉണ്ടായത് തൃശ്ശൂരിൽ തന്നെയാണ്. തൃശ്ശൂർ ഇത്തവണ സുരേഷ് ഗോപി സ്വന്തമാക്കും, അവിടെ താമര വിരിയിക്കുമെന്ന് തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഉറപ്പുണ്ടായിരുന്നത്. കേരളത്തിൽ മോദി അല്ലെങ്കിൽ BJP സർക്കാർ സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ ആ 4 സീറ്റുകൾ തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, പത്തനംതിട്ട എന്നിങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അതുമാത്രമല്ല ആറ്റിങ്ങലിൽ മുരളീധരനും സാധ്യതയുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ആലപ്പുഴയിൽ ജാതി വോട്ടുകളുടെയും സ്ത്രീപക്ഷ വോട്ടുകളുടെയും പേരിൽ ശോഭാ സുരേന്ദ്രനെ വിജയസാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. മാത്രമല്ല അനിൽ ആന്റണിക്കും വിജയസാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ഇത്തവണ താമര വിരിയിക്കാനാണ് BJP ഏറ്റവും അധികം ശ്രമിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആരും പുതുമുഖങ്ങളല്ല. അവിടെ മത്സരിക്കുന്നവരെല്ലാം തന്നെ എല്ലാവർക്കും സുപരിചിതരായവർ തന്നെയാണ്. തോൽവി അറിഞ്ഞ് വിജയത്തിലേക്ക് വരുന്നവർ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. അതിപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലും UDFന്റെ മുരളീധരനാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തോൽവി രുചിച്ചിട്ടുള്ളവർ തന്നെയാണ്. 1998 മുരളീധരൻ തോൽവി അറിഞ്ഞു. അതേസമയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തോൽവി അറിഞ്ഞത്. LDFിലെ VS സുനിൽകുമാറിന് ആദ്യ ലോക്സഭാ മത്സരം കൂടിയാണിത്. കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിൽ പരാജയം തന്നെയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ ഇനി ആകെ 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ചൊവ്വാഴ്ചയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പെട്ടി പൊട്ടിക്കുന്നത്. ആര് ജയിക്കും, ആര് തോൽക്കുമെന്ന് ചൊവ്വാഴ്ചയോടെ നമുക്ക് വ്യക്തമായി അറിയാം. ഇതിലെല്ലാവരും തന്നെ കേരളത്തിൽ ഇത്ര സ്ഥലത്ത് BJP വോട്ട് പിടിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോകുന്നത് തൃശ്ശൂരിലേക്ക് തന്നെയാണ് എന്ന് പറയാം. അതുമാത്രമല്ല ഈ അവസാന ലാപ്പിൽ തൃശ്ശൂരിൽ LDFും UDFും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു കാഴ്ച കൂടി കാണാം. തൃശ്ശൂരിൽ അടിയൊടുക്കുകൾ നടന്നിട്ടുണ്ടെന്നും BJPക്ക് വോട്ട് മറിച്ചിട്ടുണ്ടെന്നും ഇതിനു മുൻപ് തന്നെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തോൽവി മുന്നിൽ കണ്ട് BJP ജയിക്കും അല്ലെങ്കിൽ തങ്ങൾ തോൽക്കുമെന്നുള്ള തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ അന്യോന്യം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് തോന്നുന്നത്. VS സുനിൽകുമാറിനെ CPM വോട്ട് ചെയ്യാതെ വഞ്ചിച്ചു എന്നാണ് പ്രതാപൻ പറയുന്നത്. അതേസമയം മുരളീധരനെ DCCയും പ്രതാപനും ചേർന്ന് ബലിയാടാക്കിയെന്നാണ് LDFന്റെ പ്രതികരണം. ദിവസങ്ങൾക്ക് മുൻപാണ് BJPയുടെ അവസാന അവലോകന യോഗം നടന്നത്. ഇപ്പോൾ 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ പിന്തുണയുണ്ടാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതുമാത്രമല്ല ഒരു വൻ ഭൂരിപക്ഷം സുരേഷ് ഗോപി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം തൃശ്ശൂരിൽ ഒരു BJP തരംഗം സുരേഷ് ഗോപി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് BJP പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 50,000-ലേറെ വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം BJP കണക്കുകൂട്ടുന്നുമുണ്ട്. തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ലീഡ് നേടും എന്നാണ് BJPയുടെ ജില്ലാ ഘടകം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. കഴിഞ്ഞ തവണ BJPക്ക് 2.94 വോട്ടുകൾ ആയിരുന്നു ലഭിച്ചിരുന്നത്. അതേസമയം ഇപ്രാവശ്യം 60,000 മുതൽ 1 ലക്ഷം വരെ വോട്ടിന്റെ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. 4 ലക്ഷം വോട്ട് BJPക്ക് ഇത്തവണ ലഭിച്ച് സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കോൺഗ്രസിന്റെ K മുരളീധരന് 25,000 വോട്ടിന്റെ ലീഡ് ഉണ്ടാകുമെന്നും LDFന്റെ VS സുനിൽകുമാറിന് 15,000 വോട്ടിന്റെ ലീഡ് ഉണ്ടാകുമെന്നും പറയുമ്പോൾ BJP കുറച്ചുകൂടി ആത്മവിശ്വാസത്തിലാണ്. അവർ പറയുന്നത് 50,000 വോട്ടിന്റെ ലീഡ് ഉണ്ടാകുമെന്നാണ്. സുരേഷ് ഗോപി ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട 3 വർഷത്തോളമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുന്നത്.